ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷാലിനോ. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ അയർലൻഡിലെ ഒരു ബേസിക് പേ സ്ലിപ്പിനെ കുറിച്ച്, അതിനകത്ത് എൻട്രീസ് എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അന്ന് മുതൽ ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് HSC എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്, അയർലൻഡിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെയാണ് കേട്ടോ, ഹെൽത്ത് സർവീസ് എക്സിക്യൂട്ടീവ്. അവിടുത്തെ പേ സ്ലിപ്പിൽ വരുന്ന ഒത്തിരി എൻട്രികളിൽ ഒത്തിരി ഡൗട്ടുകളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ കരുതിയിരിക്കുന്നതാണ് ഒരു HSC പേ സ്ലിപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ ഓരോ ടോപ്പിക്കുകൾ വന്ന് അതങ്ങ് മറന്നുപോയി. അപ്പോൾ ഇന്ന് നമുക്ക് HSCയിലെ പേ സ്ലിപ്പിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, HSCയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓരോ പ്രീമിയങ്ങളോ ഒത്തിരി എക്സ്ട്രാ അലവൻസുകൾ, ഇങ്ങനെ ഓരോ നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് ഒത്തിരി എക്സ്ട്രാ അലവൻസുകളൊക്കെ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലപ്പോഴെങ്കിലും അതൊക്കെ മിസ്സായി പോകാറുണ്ട്, ആ പേയ്മെൻറ്റുകളൊക്കെ പല എററുകൾ സംഭവിച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നമ്മുടെ പേ സ്ലിപ്പിൽ കൂടെ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ മിസ്സായോ. നമ്മുടെ അവകാശമാണ് നമ്മുടെ റൈറ്റ് പേ എന്നുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ എൻട്രിയും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് പേയ്മെൻറ്റ് വരേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഫോർട്ട്നൈറ്റ്ലി പേ സ്ലിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു HSCയിൽ എല്ലായിടത്തും ഫോർട്ട്നൈറ്റ്ലി ആണ്, 2 ആഴ്ച കൂടുമ്പോഴാണ് പേ സ്ലിപ്പ് എന്നാണ് എൻ്റെ ഒരു അറിവ്. എവിടെയെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഈ പറയുന്ന വാല്യൂസിൽ വ്യത്യാസം വരുമെന്ന് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ ബേസിക് പേ സ്ലിപ്പിൻ്റെ മുകളിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ബേസിക് പേഴ്സണൽ കാര്യങ്ങളായിരിക്കും എഴുതിയിരിക്കുന്നത്. നമ്മുടെ സ്റ്റാഫ് നമ്പറും എംപ്ലോയർ ഡീറ്റെയിൽസും അതുപോലെ പേറോൾ ഡീറ്റെയിൽസും ഒക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അഡീഷൻസിൻ്റെ സൈഡിൽ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ അഡീഷൻ നോർമലി ബേസിക് പേ ആണ്. ബേസിക് പേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എത്രയാണോ കോൺട്രാക്റ്റഡ് അവേഴ്സ്, നമ്മുടെ ആ അവേഴ്സ് വെച്ചിട്ട് നമ്മുടെ ബേസിക് അവർലി പേ എത്രയാണോ അത് വെച്ചിട്ടുള്ള എമൗണ്ടാണ് എഴുതുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 39 അവേഴ്സാണ് നിങ്ങളുടെ കോൺട്രാക്ട് അവേഴ്സ് എങ്കിൽ ആ പേ സ്ലിപ്പിൽ നിങ്ങളുടെ ഫോർട്ട്നൈറ്റ്ലി പേ സ്ലിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 39 അവേഴ്സ് കോൺട്രാക്റ്റഡ് അവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫോർട്ട്നൈറ്റ്ലി ആകുമ്പോൾ 78 മണിക്കൂറിന് നിങ്ങളുടെ ബേസിക് പേ എത്രയാണ്, ഇപ്പോൾ 20 യൂറോ വെച്ചായിരുന്നു നിങ്ങൾക്ക് പെർ അവറെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും അവിടെ എഴുതുക. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം എല്ലാ ആഴ്ചയും 39 അവേഴ്സ് കറക്റ്റായിട്ടായിരിക്കില്ല പോകുന്നത്. ഇപ്പോൾ ചില ആഴ്ചകളിൽ 36 ഇടും, അതായത് 3 ലോങ് ഡേ ഒക്കെ ഇടും. പിന്നത്തെ ആഴ്ച കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 4 ലോങ് ഡേ ഇടും. അങ്ങനെയൊക്കെ വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്താൽ പോലും നമ്മുടെ കോൺട്രാക്ട് അവേഴ്സിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും 4 ഡേയ്സ് വീക്ക് ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് ബേസിക് പേ കൂടുതലല്ലേ കിട്ടേണ്ടതെന്ന്. പക്ഷേ നമ്മുടെ കോൺട്രാക്ട് അവേഴ്സിനുള്ള പേയ്മെൻറ്റേ നമുക്ക് ബേസിക് പേ ആയിട്ട് കിട്ടത്തുള്ളൂ. അതർവൈസ് നമ്മൾ ഓവർ ടൈം ആയിട്ടോ എക്സ്ട്രാ അവേഴ്സ് ആയിട്ടാണോ വന്ന് ചെയ്യുന്നതെങ്കിൽ മാത്രമേ എക്സ്ട്രാ പേ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ബേസിക് പേയ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച്, ഇപ്പോൾ സിക്ക് ലീവ് ആണെങ്കിൽ പോലും നമുക്ക് ബേസിക് പേ, നിങ്ങളുടെ പെയ്ഡ് ആയിട്ടുള്ള സിക്ക് ലീവ് ആണെങ്കിൽ നമുക്ക് ബേസിക് പേ എത്രയാണോ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സിക്ക് ലീവ് ഒക്കെ എത്ര നാൾ എടുക്കാമെന്നും അത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണേന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞൊരു ദിവസം വീഡിയോ ചെയ്തിരുന്നു HSC ലീവുകളെ കുറിച്ച്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോർമലി വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കോൺട്രാക്ട് അവേഴ്സിൻ്റെ ബേസിക് പേ ആണ് ആദ്യത്തെ അതിനകത്ത് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള മിക്കവാറും വരുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ അലവൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2019 മാർച്ച് വരെ ഈ ലൊക്കേഷൻ അലവൻസ് കുറച്ച് സ്പെഷ്യാലിറ്റി ഏരിയസിലുള്ളവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ക്രിട്ടിക്കൽ കെയർ, പീഡിയാട്രിക്സ് അങ്ങനെയുള്ളിടത്താണ്. പക്ഷേ 2019 മാർച്ചിന് ശേഷം അവർ മെഡിക്കൽ സർജിക്കൽ വാർഡ് അങ്ങനെ എല്ലാ ഏരിയയിലും, അപ്പം മിക്കവാറും എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് കിട്ടേണ്ടതാണ് ലൊക്കേഷൻ അലവൻസ്. അതൊരു എന്താ പറയുക, അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്ത അവേഴ്സിനെ ബേസ് ചെയ്തോ അങ്ങനെയൊന്നല്ല, നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 87 സംതിങ് ആണ്, 87 യൂറോ ആണ് ഫോർട്ട്നൈറ്റ്ലി പേ സ്ലിപ്പിൽ ഇപ്പോൾ കാണുന്നത്. എൻ്റെ അറിവ് അനുസരിച്ച് INMOൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് റീസെൻ്റ്ലി അത് 91 യൂറോ ആയിട്ട് കൂടേണ്ടതാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ആവാത്തതെന്ന് തോന്നുന്നു സിസ്റ്റത്തിൽ. ഉടനെ നമുക്കത് 91 ആയിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ അത് ഫോർട്ട്നൈറ്റ്ലി എൻട്രിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ലൊക്കേഷൻ അലവൻസ് 87 യൂറോ വെച്ച് കിട്ടും. അതുപോലെ തന്നെ അടുത്ത എൻട്രി കാണാറുള്ളത് സൺഡേ അവേഴ്സ് ആണ്. നിങ്ങൾ സൺഡേ ചെയ്തിട്ടുണ്ടെങ്കിൽ, സൺഡേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം സൺഡേ നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ സൺഡേ അവേഴ്സ് നിങ്ങൾ എത്രയാണോ ചെയ്തത്, ഇപ്പോൾ 12 മണിക്കൂറാണെങ്കിൽ ആ 12 മണിക്കൂറിൻ്റെ എക്സ്ട്രാ പേ സൺഡേ അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും മേക്ക് ഷുവർ നിങ്ങൾ സൺഡേ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ CNMസിൻ്റെ എറർ ആവാം, അല്ലെങ്കിൽ പേറോളിൽ എറർ ആവാം, ഇങ്ങനെ ഇടയ്ക്ക് അതൊന്നും എൻട്രി ആവാതെ പോവാം. അപ്പം ജസ്റ്റ് സൺഡേ ഒക്കെ സാറ്റർഡേ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്തേക്കാം. പിന്നെ വരുന്നത് നൈറ്റ് ഡ്യൂട്ടി അവേഴ്സാണ്. അതായത് നമ്മൾ ചെയ്യുന്ന നൈറ്റിന് നമുക്ക് 25% എക്സ്ട്രാ ആണ് പേയ്മെൻറ്റ് തരേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബേസിക് പേയ്മെൻറ്റ് 20 യൂറോ പെർ അവർ ആണെങ്കിൽ 25% എന്ന് പറയുമ്പോൾ 20 യൂറോൻ്റെ 25% നമ്മൾ 5 യൂറോ എക്സ്ട്രാ ഓരോ മണിക്കൂറിനും നമുക്ക് പേയ്മെൻറ്റ് തരണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഫസ്റ്റ് അഡീഷൻസിൻ്റെ ഫസ്റ്റ് കോളത്തിൻ്റെ സെക്കൻഡ് കോളത്തിനകത്ത് നിങ്ങൾക്ക് യൂണിറ്റ് എന്ന് എഴുതിയേക്കണം. കാണാം, യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്ത നമ്പർ ഓഫ് അവേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ 2 നൈറ്റാണ് നിങ്ങൾ ചെയ്തേക്കണമെങ്കിൽ
എത്ര 12/12 24 മണിക്കൂർ നമ്മുടെ എഴുതിയിട്ടുണ്ടാകും. അതിന് €5 വെച്ച് എക്സ്ട്രാ ഇട്ടേക്കണം, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ പല യൂണിറ്റുകളിലും പല രീതിയിലായിരിക്കും അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണേ. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ 7:30 to 8:30 ആണ് ലോങ് ഡേ ഷിഫ്റ്റ് എങ്കിൽ അപ്പോൾ 13 മണിക്കൂറാണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അതിൽ 1 അവർ കുറച്ചിട്ട് ബാക്കി 12 അവേഴ്സിനായിരിക്കും പേ ചെയ്യുന്നത്. പക്ഷെ ചിലയിടത്ത് വേണമെങ്കിൽ 8 to 8 ആയിരിക്കും ലോങ് ഡേ വരുന്നത്. അപ്പോൾ 8 to 8 ലോങ് ഡേ വരുമ്പോൾ അതിൽ 12 മണിക്കൂറാണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അതിൽ 1 അവർ കുറച്ചിട്ട് ബാക്കി 11 മണിക്കൂറിനായിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റുകളിലും ഓരോ ലോക്കൽ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ ലോക്കൽ ലൈൻ മാനേജറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും. അവിടുത്തെ ഡേ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര അവേഴ്സ് ആണ്, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര അവേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് നമുക്ക് നൈറ്റ് ഡ്യൂട്ടി പ്രീമിയം ആയിട്ട് 25% എക്സ്ട്രാ കിട്ടണം. അതും നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ അൺയൂഷ്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് എപ്പോഴും എൻട്രികൾ കറക്റ്റായിട്ട് പോകണമെന്നില്ല. അപ്പോൾ അതൊന്ന് മേക്ക് ഷുവർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പേയ്മെന്റ് ആണ് കിട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പാക്കാം. അടുത്ത എൻട്രി കാണാറുള്ളത് സാറ്റർഡേ അലവൻസ് ആണ്. സാറ്റർഡേ അലവൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ സൺഡേയും നൈറ്റ് ഡ്യൂട്ടിയും പറഞ്ഞ പോലെ നമ്മൾ പേ ചെയ്ത അവേഴ്സിന്റെ ബേസിസിലല്ല, ഒരു സിംഗിൾ പേയ്മെന്റ് ആയിട്ടാണ്. ഒരു സാറ്റർഡേ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ 16.26 ഒക്കെയാണ് എൻ്റെ പേ സ്ലിപ്പിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എൻട്രിയാണ് സാധാരണ ഉണ്ടാവാറ്, 16 പോയിന്റ് സംതിങ്. അപ്പോൾ ഇപ്പോൾ ചിലർ 8 to 4 ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ലോങ് ഡേ 8 to 8 ചെയ്യുന്നവരാവാം. എങ്ങനെ ചെയ്താലും നമുക്ക് സാറ്റർഡേ അവേഴ്സിന്റെ എന്താ പറയുക, ഒരു സാറ്റർഡേക്കാണ് 16 പോയിന്റ് സംതിങ് എന്നുള്ള പേയ്മെന്റ്. അപ്പോൾ അത് എല്ലാവർക്കും എൻ്റെ അറിവനുസരിച്ച് എല്ലാ ഗ്രേഡുകാർക്കും അത് തുല്യമായ പൈസയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് വ്യത്യാസമൊന്നുമില്ല. ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടാണ് സാറ്റർഡേ പേയ്മെന്റ് വരുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം ടുലൈറ്റ് പേയ്മെന്റ് ആണ്. ടുലൈറ്റ് പേയ്മെന്റ് ഇപ്പോൾ എല്ലായിടത്തും അത് എലിജിബിൾ ആണോന്നില്ല, മിക്കവാറും ഹോസ്പിറ്റലുകൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ടുലൈറ്റ് അവേഴ്സ് ആയിട്ട് എന്താ പറയുക, 5:30 to 11 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടുലൈറ്റ് ഈവനിങ് അവേഴ്സ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ നോർമൽ പേയ്മെന്റിന്റെ 1/6, അതായത് ഇപ്പോൾ €18 per hour ആണ് നിങ്ങളുടെ നോർമൽ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 1/6 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ €3, ഒരു എക്സ്ട്രാ €3 കൂടി നമ്മൾ വർക്ക് ചെയ്ത അവേഴ്സിന് കാണണം. പിന്നെ ഞാൻ ഒത്തിരി എറർ വന്ന് കണ്ട ഒരു പേയ്മെന്റ് ആണ് റീസെന്റ്, പ്രത്യേകിച്ച് ഞാൻ ലിമർക്കിലാണ് വർക്ക് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവിടെയൊക്കെ ഒത്തിരി പേർക്കിടെ പേ സ്ലിപ്പിൽ കണ്ട ഒരു എററായിരുന്നു നമ്മുടെ അൺസോഷ്യൽ അവേഴ്സിനുള്ള പേയ്മെന്റ്. അൺസോഷ്യൽ അവേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ലോങ് ഡേ ചെയ്യുകയാണെങ്കിൽ 6 മണി കഴിഞ്ഞിട്ട്, വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങളുടെ ഡേ ഷിഫ്റ്റ് തീരുന്നത് അത്രയും വരെയുള്ള മണിക്കൂറിന്. അപ്പോൾ ഇപ്പം മിക്കവാറും പേരുടെ 8:30 വരെ ആയിരിക്കും ഈ ഒരു ലോങ് ഡേ ഷിഫ്റ്റ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്, നമ്മുടെ റോസ്റ്ററിലുള്ള ഷിഫ്റ്റ്. അപ്പോൾ 6 തൊട്ട് 8:30 വരെ എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂർ വെച്ച് നിങ്ങൾ എത്ര ലോങ് ഡേ ചെയ്തോ ആ ലോങ് ഡേക്കൊക്കെ ഉള്ള ഇത് 1/6 പേയ്മെന്റ് നമുക്ക് എക്സ്ട്രാ കിട്ടണം. അപ്പോൾ നമ്മളെന്തായാലും ആഴ്ചയിൽ 2 ലോങ് ഡേ എന്തായാലും ചെയ്യുന്നുണ്ടാവും. സാറ്റർഡേ സൺഡേ ലോങ് ഡേക്ക് ഈ അൺസോഷ്യൽ അവേഴ്സിന്റെ പ്രീമിയം വേറെ ഇല്ല കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി സാറ്റർഡേ അലവൻസ് അല്ലെങ്കിൽ സൺഡേ അലവൻസ് എന്ന് പറഞ്ഞ് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ ലോങ് ഡേ ചെയ്താൽ ഇല്ല. പക്ഷേ വീക്ക് ഡേയ്സിലാണ് നിങ്ങൾ ലോങ് ഡേ ചെയ്യുന്നതെങ്കിൽ 6 മണി കഴിഞ്ഞ് ചെയ്യുന്ന നിങ്ങളുടെ ഓരോ മണിക്കൂറിനും നിങ്ങൾക്ക് എക്സ്ട്രാ 1/6 ഓഫ് ദ പേയ്മെന്റ് കിട്ടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ €18 ആണ് നിങ്ങളുടെ ബേസിക് പേയ്മെന്റ് പെർ അവർ എങ്കിൽ 1/6 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ €3 വെച്ച് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ €3 വെച്ചേ ഉള്ളൂ എങ്കിലും ഒത്തിരി പേരെ എനിക്കറിയാം, പ്രത്യേകിച്ച് ഒരു 2016 ശേഷം HSCയിൽ ജോയിൻ ചെയ്തവർക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ പേയ്മെന്റ് വളരെ അൺസോഷ്യൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ 1-2 മണിക്കൂറിന്റെ പേയ്മെന്റ് മാത്രമേ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ അത് 8-10 മണിക്കൂറിന്റെ കിട്ടേണ്ട സ്ഥാനത്താണ് 1 മണിക്കൂറിന് 2 മണിക്കൂറിന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2-3 വർഷത്തെ അക്യുമുലേറ്റ് ചെയ്ത് വന്നപ്പോൾ പലർക്കും ഒരു €2,000 തന്നെ ബാക്ക് പേ കിട്ടിയെന്ന് കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ലിമർക്ക് ബേസ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ, ലിമർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ, ലിമർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടുത്തെ HR-ന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലും പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചുതരാം. ബാക്കിയുള്ളവരുടെയൊക്കെ അവരവരുടെ HR-ലേക്ക് ജസ്റ്റ് ഒരു മെയിൽ അയച്ചേക്കാം, ഇങ്ങനെ എൻ്റെ അൺസോഷ്യൽ അവേഴ്സിന്റെ പേയ്മെന്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ഫയൽ നോക്കിയിട്ട് എന്തെങ്കിലും ആരിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പേ ആയിട്ട് തരും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഒത്തിരി പേർക്ക് അത് കേട്ടോണ്ട് അതൊന്നുകൂടി എടുത്ത് പറയാനാണ്. നമ്മൾ ലോങ് ഡേ ചെയ്യുന്നതാണ്. വീക്ക് ഡേയ്സിൽ ലോങ് ഡേ ചെയ്യുവാണെങ്കിൽ ആഫ്റ്റർ 6 PM അണ്ടിൽ ഫിനിഷിംഗ് ഓഫ് യുവർ ഡേ ഷിഫ്റ്റ് ആണ് നമുക്ക് ആ മണിക്കൂറുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നോർമലി നമുക്ക് വരുന്ന എക്സ്ട്രാ അലവൻസ് പേയ്മെന്റുകൾ. ഓക്കെ, പിന്നെ ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ ടൈമിന്റെ പേയ്മെന്റ് അതും ഞാൻ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈം പേയ്മെന്റ് എങ്ങനെയാണ് കിട്ടേണ്ടത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കാണാം. അത് ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നില്ല. അതുപോലെ ഓൺ കോൾ റേറ്റിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. ഞാൻ ഓൺ കോൾ ഉള്ള ഏരിയയിലല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ട്, അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ.
പിന്നെ ഉള്ളത് പബ്ലിക് ഹോളിഡേയ്സ്. പബ്ലിക് ഹോളിഡേ നിങ്ങൾക്ക് അറിയാലോ, ബാങ്ക് ഹോളിഡേയ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ പേയ്മെന്റ് കിട്ടണം. അപ്പം സൺഡേയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് പബ്ലിക് ഹോളിഡേ അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര മണിക്കൂറാണോ നിങ്ങൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഡബിൾ പേ നമുക്ക് തരും. പിന്നെ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ 5-ാം തീയതിയാണ് പബ്ലിക് ഹോളിഡേ, അപ്പോൾ നമ്മൾ 4-ാം തീയതി നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4-ാം തീയതി നൈറ്റ് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ 5-ാം തീയതി ആയല്ലോ, അപ്പോൾ ആ 12 മണി കഴിഞ്ഞുള്ള അവറിന് പബ്ലിക് ഹോളിഡേ അവേഴ്സ് കിട്ടുമെന്നുള്ളത് HSCയുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അതിന് പബ്ലിക് ഹോളിഡേ അവേഴ്സ് കിട്ടില്ല. 5-ാം തീയതി ഡേയും 5-ാം തീയതി 5th തന്നെ നൈറ്റും ചെയ്യുന്നവർക്കാണ് പബ്ലിക് ഹോളിഡേ അവേഴ്സിന് എലിജിബിൾ ആയിട്ടുള്ളത്. 4th നൈറ്റ് ഡ്യൂട്ടി ചെയ്തവർക്ക് 5th പബ്ലിക് ഹോളിഡേയുടെ ഇതിന് എലിജിബിൾ അല്ല. പിന്നെ ഇത്രയുമൊക്കെയാണ് നമ്മുടെ പേ സ്ലിപ്പിൽ നോർമലി കാണുന്നത്. പിന്നെ നമ്മുടെ പേ സ്ലിപ്പിൽ ഒരു അഡീഷൻ കൂടി ഇടയ്ക്ക് കയറി വരാറുണ്ട്, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ആരിയേഴ്സ് പേയ്മെന്റ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ അവർ പേ ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ പിന്നീട് ബാക്ക് പേ ആയിട്ട് തരുമ്പോഴാണ് ആരിയർ പേയ്മെന്റ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ എ എന്നും പറഞ്ഞിട്ടാണ് ആ പേയ്മെന്റ്, എ ബേസിക് പേ അല്ലെങ്കിൽ എ ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നതാണ്. ആരിയർ പേയ്മെന്റ് ആണ്, ബാക്ക് പേ ആയിട്ട് നമുക്ക് തരുന്നതാണ്. മുന്നെപ്പോഴോ തരേണ്ടത് വിട്ടുപോയത് കൊണ്ട് പിന്നെ തരുന്നതാണ്. ചിലയിടത്തൊക്കെ ARR എന്നും പറഞ്ഞിട്ട് കാണാറുണ്ട്, ARR പേയ്മെന്റ്, ARR സൺഡേ അവേഴ്സ്, ARR സാറ്റർഡേ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴോ നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാലൻസ് ചെയ്ത് തരുന്നതാണ്. പിന്നെ പേയ്മെന്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ കാര്യത്തിന് കൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, 2017 ശേഷമാണെന്ന് തോന്നുന്നു HSCയിൽ ജോയിൻ ചെയ്തവർക്ക് ഇവരൊരു റീലൊക്കേഷൻ അലവൻസ് എന്നും പറഞ്ഞ ഒരു അലവൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊരു സിംഗിൾ ടൈം പേയ്മെന്റ് ആയിട്ട് €1,500, €1,500 ഒരു ഒറ്റ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുമായിരുന്നു. ആ സമയത്ത് HSCയിൽ സ്റ്റാഫൊക്കെ ഷോർട്ടേജ് ആയതുകൊണ്ട് അവർ HSCയിലേക്ക് സ്റ്റാഫിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരിതാണ്. അപ്പോൾ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് റീലൊക്കേഷൻ അലവൻസിന് എലിജിബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ HR-മായി കോൺടാക്ട് ചെയ്ത് അതിനുള്ള ഒരു ഫോം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്, അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റീലൊക്കേഷൻ അലവൻസ് കിട്ടും. പക്ഷേ ഈ റീസെന്റ് ജോയിൻ ചെയ്തവർക്കൊന്നും കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. 2021 ജോയിൻ ചെയ്തവർക്കൊന്നും കിട്ടിയതായിട്ട് അറിഞ്ഞില്ല. പക്ഷെ 2017, 2018 ആ സമയത്ത് 2019 ജോയിൻ ചെയ്തവർക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് നിങ്ങളുടെ HR-ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റീലൊക്കേഷൻ അലവൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ 17 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സാണെങ്കിൽ, ഇവിടെ അയർലൻഡിൽ വന്നിട്ട് 17 years ആവണമെന്നില്ല, നിങ്ങൾ പോസ്റ്റ് ക്വാളിഫൈ ആയ ശേഷം 17 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ നഴ്സിന്റെ സാലറി സ്കെയിലിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അതിന് നമുക്ക് വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല, ഇവിടെ വന്നിട്ട് ഇത്ര നാളാവണമെന്നോ അങ്ങനെയൊന്നുമില്ല. 17 years പോസ്റ്റ് ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ HR-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സീനിയർ നഴ്സിനുള്ളൊരു ഫോം തരും. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീനിയർ നഴ്സിന്റെ സാലറി സ്കെയിൽ ഇത്രയും കൂടെ സാലറിയിൽ വ്യത്യാസമുണ്ട്. ആ സാലറി നമ്മുടെ റോൾസിലും റെസ്പോൺസിബിലിറ്റീസിലും യാതൊരു വ്യത്യാസം വരുന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് കണക്കിലെടുത്തിട്ടാണ് അത് നമുക്ക് എലിജിബിൾ ആക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് HSC പേ സ്ലിപ്പിലുള്ള അഡീഷൻസിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഡിഡക്ഷൻസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബേസിക് പേ സ്ലിപ്പിന്റെ മറ്റേ എപ്പിസോഡിനകത്ത് ഒരു ബേസിക് പേ സ്ലിപ്പിനകത്ത് 3 ഡിഡക്ഷൻസ് മാൻഡേറ്ററി ആയിട്ടുണ്ട്. ടാക്സ്, USC, PRSI. ഇത് 3 നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ HSCക്കാർക്ക് പെൻഷൻ മാൻഡേറ്ററി ആണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് പെൻഷന്റെ ഒരു 2 ഡിഡക്ഷനും കൂടി ഉണ്ട്. അത് മിക്കവാറും സ്ഥലത്ത് ഇവിടെയൊക്കെ കാണുന്നത് പെൻഷൻ 170 എന്നും PRD പെൻഷൻ റിലേറ്റഡ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഡിഡക്ഷൻസ് ആയിട്ടാണ് കാണുന്നത്. ചിലയിടത്ത് ഞാൻ കണ്ടു പെൻഷൻ 170 എന്നും ASC, ഈ PRDക്ക് പകരം ASC എന്നുള്ള നെയിം കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മുടെ പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ ആണ്. അത് മാൻഡേറ്ററി ആണ്, നമുക്ക് അതിൽ നിന്ന് മാറാനുള്ള ചോയ്സ് ഇല്ല, നമ്മൾ മാൻഡേറ്ററി ഡിഡക്ഷൻ ആണ്. പിന്നെ അതിന്റെ കാൽക്കുലേഷൻ എന്താണെന്ന്, പെൻഷന്റെ ഡീറ്റെയിൽ എന്താണെന്നും ഒത്തിരി ചോദ്യങ്ങൾ നാട്ടിൽ നിന്ന് വരെ ചോദിക്കുന്നുണ്ട്. കാരണം പെൻഷൻ എത്ര കിട്ടും, എത്ര നാൾ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ പെൻഷനെ കുറിച്ച് ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ആ ഡിഡക്ഷൻസ്, ഈ 5 ഡിഡക്ഷൻസ് നമ്മുടെ പേ സ്ലിപ്പിന്റെ HSC പേ സ്ലിപ്പിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ ആരും പേടിക്കേണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. USCയും PRSIയും ടാക്സും പിന്നെ പെൻഷന്റെ 2 എണ്ണവും കൂടെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേസിക് പേ സ്ലിപ്പിലെ HSCയിലെ പേ സ്ലിപ്പിൽ വരേണ്ട അഡീഷൻസും ഡിഡക്ഷൻസും. ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ലൊക്കേഷൻ അലവൻസും ഒക്കെ നമ്മൾ മെറ്റേണിറ്റി ലീവിലോ സിക്ക് ലീവിലോ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടേണ്ടതാണോ കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് കിട്ടേണ്ടതാണ്. പിന്നെ വേറെ എന്താ അതിനകത്ത്, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ആക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ഗുഡ് ബൈ.